നേര്യമംഗലം കാഞ്ഞിരവേലിയിൽ കാട്ടാനാക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. കാഞ്ഞിരവേലി സ്വദേശി ഇന്ദിരയാണ് മരിച്ചത്. വിവരങ്ങളുമായി രാഹുൽ വിജയൻ ചേരുന്നു. രാഹുൽ, എന്താണ് പുതുതായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വേണു, ഇതിൽ ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കാട്ടാന പുലർച്ചയോടുകൂടി എത്തിയതാണ്. ഇന്നലെയും കാട്ടാനയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. വനംവകുപ്പിനെ പലതവണ അറിയിച്ചിട്ടും അത് കാര്യക്ഷമമായി അല്ലെങ്കിൽ അവരതിനൊരു കാര്യമായ ഇടപെടൽ നടത്തിയില്ല. ഈ ആനകളെ തുരത്താൻ വേണ്ടി ഒരു കാര്യമായ ഇടപെടൽ നടത്തിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടുത്തെ ആളുകൾ ഇപ്പോൾ നമ്മളോട് അങ്ങനെയാണ് പറയുന്നത്. ഇവർ ഒരു അതിർത്തിയുടെ പ്രശ്നത്തിന്റെ പേരിൽ രണ്ട് ജില്ലക്കാരും തമ്മിലുള്ള രണ്ട് ജില്ലയിലെ വനം വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ കൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും വനം വകുപ്പിനെ രാവിലെ തന്നെ ഈ ഒരു വിഷയം അറിയിച്ചതാണ്. കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ്, കൃഷിയിടത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, ആളുകൾക്ക് ഭീഷണിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ വനം വകുപ്പ് അതിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു പരാതി നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ പ്രദേശത്ത് ആന വരാതിരിക്കാൻ വേണ്ടിയുള്ള ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാണ്, ആന നിൽക്കുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അത് ജനവാസ മേഖലയാണ്, കൃഷിയിടമാണ്, വാഴയും തെങ്ങും ഉൾപ്പെടെയുള്ള കൃഷികൾ അവിടെ ഉള്ള സ്ഥലം കൂടിയാണ്. ആ പ്രദേശത്ത് ആന വന്ന് മണിക്കൂറുകളായി നിന്നിട്ടും അതിനെ തുരത്താൻ വനം വകുപ്പ് കാര്യക്ഷമമായി ഇടപെടൽ നടത്തിയില്ല. ഒരു പുഴയുടെ അതിർത്തിയുടെ പേരിൽ ഇടപെടൽ നടത്താതെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച് നിന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി ഏറ്റവും പ്രധാനമായും പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഇന്ദിരയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് മരണം സംഭവിക്കുകയും ചെയ്തത്. വീട്ടില്, അതായത് സ്വന്തം പറമ്പിൽ ഈ മലയിഞ്ചി പറിക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ കാട്ടാന പുറയിൽ കൂടി എത്തുകയും ആക്രമിക്കുകയും ചെയ്തു. 70 വയസ്സായിരുന്നു ഇന്ദിരയ്ക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഓടി മാറാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധേന രക്ഷപ്പെടാനോ ഇന്ദിരയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതും ഒരു നിസ്സഹായതയുടെ കാര്യമായി പറയേണ്ടി വരും. അത്രത്തോളം ബുദ്ധിമുട്ട് ഈ നാട്ടുകാർക്കുണ്ട് താനും. കാരണം ഈ പലതവണ അറിയിച്ചിട്ടും, പലതവണ ഈ കാട്ടാന ആക്രമണത്തിന്റെ വിവരം അറിയിച്ചിട്ടും അതിൽ ഒരു ഇടപെടൽ കാര്യക്ഷമമായി വനം വകുപ്പ് നടത്താത്തതിലാണ് നാട്ടുകാരുടെ പ്രതിഷേധം ഏറ്റവും കൂടുതലായുള്ളത്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഈ സ്ഥലത്ത് ഇപ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ, ഈ വനംവകുപ്പ് അധികൃതർ ആരെങ്കിലും ഇതേപ്പറ്റി പ്രതികരിക്കുകയുണ്ടായോ? നിലവിൽ ഇതുവരെ വനംവകുപ്പിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടുന്ന് ജനപ്രതിനിധികളടക്കം നമ്മളെ വിളിക്കുകയും ചെയ്തിരുന്നു. മറ്റ് തരത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങൾ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ എന്തായാലും അത്തരമൊരു പ്രതികരണം ഉടനെ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം വലിയ തരത്തിലുള്ള ഒരു പ്രകോപനം അല്ലെങ്കിൽ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധേനയുള്ള ഒരു പ്രതികരണത്തിനോ അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു നടപടി വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുമെന്ന് ഇപ്പോഴെന്തായാലും എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ആദ്യമേ മുതൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് ആദ്യമായല്ല ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നത്, കാട്ടാനയുടെ ആക്രമണം അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇപ്പോൾ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടോ? അവർ ഏതെങ്കിലും തരത്തിൽ ഈ സംഭവത്തിന്റെ കാരണം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രതികരണത്തിന് തയ്യാറായോ രാഹുൽ? രാഹുൽ, കേൾക്കാമോ? രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇടുക്കി നേര്യമംഗലത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികയ്ക്ക് ദാരുണാന്ത്യം. 70 വയസ്സുകാരിയായ നേര്യമംഗലം സ്വദേശി ഇന്ദിരയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചത്. 2 മാസത്തിനിടെ കാട്ടാന ആക്രമണത്തിൽ ഇടുക്കിയിലുണ്ടാകുന്ന 5ാമത്തെ മരണമാണ് നേര്യമംഗലത്തുണ്ടായിരിക്കുന്നത്. രാഹുൽ വിജയൻ തുടരുന്നുണ്ട്. രാഹുൽ, ഈ സംഭവത്തിന് ശേഷം അവിടെ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ടോ? ഈ RRT സംഘമടക്കം അവർ ഈ സംഭവത്തെ പറ്റി എന്തെങ്കിലും പറയാൻ തയ്യാറായിട്ടുണ്ടോ? വേണു, വനംവകുപ്പിന്റെ ആളുകൾ ആ പ്രദേശത്തുണ്ട്, ആനയെ തുരത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ ഒരു വിശദീകരണമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുകയും
ചെയ്യുന്നത്. എന്തായാലും കൂടുതൽ വനം വകുപ്പിന്റെ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യും. കാരണം ഈ ആനയെ തുരത്തേണ്ടതുണ്ട്. അത് വനമേഖലയിലേക്ക് കടന്നു പോയിട്ടില്ല. എതിർ സൈഡിലാണെങ്കിൽ പോലും എറണാകുളം ജില്ലയുടെ ഭാഗത്തേക്ക് കടന്നാൽ പോലും അവിടെ നിന്നും കൂടുതൽ വനത്തിലേക്ക് കടത്തേണ്ടതുണ്ട്. മലയാറ്റൂർ ഭാഗത്തേക്ക് അതിനെ തുരത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നമുണ്ടായ സാഹചര്യത്തിൽ, ഒരു ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഏത് വിധേനയും ആനകളെ അവിടുന്ന് തുരത്തുക എന്നുള്ളത് വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ നിൽക്കുകയാണ്. ഒരു നടപടി എന്തായാലും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിലൊരു ഔദ്യോഗിക പ്രതികരണം എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഈ കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത് എന്നുള്ളൊരു കാര്യത്തിൽ അവർക്ക് ഉത്തരമുണ്ടാകില്ല. കാരണം പലപ്പോഴായിട്ട് ഈ ഒരു വിഷയത്തിൽ നാട്ടുകാർ പരാതി കൊടുത്തിട്ടുള്ളതാണ്. ആനകൾ സ്ഥിരമായി കാഞ്ഞിരവേലി ഭാഗത്ത് എത്തുന്നു എന്നുള്ളതിൽ പരാതി കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ അതിനൊരു നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇതിൽ അവർ എന്ത് വിശദീകരണമാണ് തരാൻ പോകുക എന്നുള്ളത് അറിയാൻ കഴിയില്ല. എന്തായാലും ഇനി അതിന്റെ നാട്ടുകാരുടെ പ്രതികരണം വരാനുണ്ട്, മറ്റ് ജനപ്രതിനിധികളുടെ പ്രതികരണം വരാനുണ്ട്. അതൊക്കെ കിട്ടിയതിനു ശേഷം മാത്രമായിരിക്കും ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഈ നാട്ടുകാർക്ക് എന്താണ് കൂടുതൽ പറയാനുള്ളത് എന്ന് പറയാനും കഴിയുകയുള്ളൂ. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. വാർഡ് മെമ്പർ ദീപ രാജീവ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് പ്രതികരിക്കാൻ. ദീപ രാജീവ്, നിങ്ങൾക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ്? ഇതിന്റെ ഈ സംഭവത്തിലേക്ക്, ഒരു ജീവൻ കൂടി പൊലിയുന്ന അവസ്ഥയിലേക്ക് നയിച്ചത് വനം വകുപ്പ് തന്നെയാണോ? സാർ, നമുക്ക് കുറെ നാളുകളായിട്ട് നമ്മുടെ ഈ വാർഡിന്റെ പ്രദേശത്ത് വന്യമൃഗശല്യം വളരെ രൂക്ഷമായിട്ടുണ്ട്. അപ്പൊ നമ്മൾ നിരന്തരം ഫോറസ്റ്റുകാരുമായിട്ടൊക്കെ ബന്ധപ്പെടാറുണ്ട്. ഇപ്പൊ നമുക്ക് ഈ കഴിഞ്ഞ ദിവസമാണ് വന്യമൃഗം നമ്മളുടെ ഈ വാർഡിന്റെ പ്രദേശത്ത് വരികയും ഇപ്പൊ ഒരു ചേച്ചീനെ തട്ടിമറിക്കുകയും ചെയ്തതിനു ശേഷം ആ ചേച്ചി മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നൊരു സാഹചര്യമാണുള്ളത് നിലവിൽ. അവിടെ ഈ കാട്ടാനാക്രമണം ഉള്ള സ്ഥലമാണോ? അതെ അതെ അതെ. ഈ വനം വകുപ്പുകാരുടെ ശ്രദ്ധയിൽ നിങ്ങൾ ഇതൊക്കെ പെടുത്തിയിട്ടുള്ളതല്ലേ? വനം വകുപ്പുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. നമ്മൾ ഇങ്ങനെ വന്യമൃഗശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വനം വകുപ്പിനെ അറിയിച്ചതിന് ശേഷം അവർ വന്ന് ഇവരെ കാട്ടിലേക്ക് തന്നെ തുരത്തി ഓടിക്കാറുമുണ്ട്. പക്ഷെ ഇപ്പം ഇന്നലെയാണ് ഇപ്പം ആ ആനക്കൂട്ടം നമ്മുടെ വാർഡിന്റെ ഈ ചേച്ചിയൊക്കെ താമസിക്കുന്നതിന്റെ വനത്തിനോട് ചേർന്നാണ് ഇവരുടെ വീടുള്ളത്. അപ്പം അവിടെ വന്ന് തമ്പടിക്കുകയും ചെയ്തിരുന്നു. ഈ സോളാർ ഫെൻസിങ്, അതുപോലെ കിടങ്ങുകൾ ഉണ്ടാക്കുക, അങ്ങനെ ഈ വനത്തിന്റെ അതിർത്തിയിലുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവരുടെ ജീവനും സ്വത്തിനും ഒക്കെ സുരക്ഷ ഉറപ്പുവരുത്തുക, അതൊന്നും അവിടെ ചെയ്യുന്നില്ല എന്നല്ലേ? സാർ, അവിടെ നമുക്ക് ഈ സോളാറിന്റെ ഫെൻസിങ് നിലവിൽ അളന്നു പോയിട്ടേ ഉള്ളൂ. നമുക്കത് അതിന് ഫണ്ട് നിലവിലായിട്ടുണ്ട്, പക്ഷെ ഇട്ട് തുടങ്ങിയിട്ടില്ല. പിന്നെ നമുക്ക് ആ പ്രദേശത്ത് തന്നെ ഈ സോളാറിന്റെ ഫെൻസിങ് ഉണ്ട്. അപ്പൊ അത് നിലവിൽ മെയിൻ്റനൻസ് ഒന്നും ചെയ്യാതെ പോയി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ ഇപ്പൊ അവിടുത്തെ ജനങ്ങളെല്ലാവരും കൂടി വാൽട്രിയൊക്കെ മാറിയിട്ടിട്ട് ആ പ്രദേശത്തേക്ക് വന്യമൃഗം ഇറങ്ങുന്നതിനകത്തുനിന്ന് തടയാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഈ വാർഡിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നേരിമംഗലം മുതൽ നമ്മുടെ വാളറ വരെയുള്ള കുറെ വനമേഖലകളും അതുപോലെ ആദിവാസി ഏരിയകളും ഒക്കെയുള്ള ഒരു വാർഡാണ് നമ്മുടേത്. അപ്പം നമുക്ക് ഇപ്പം ഒരു സൈഡിലെ ഫെൻസിങ് റെഡിയാക്കിയതും കൊണ്ട് കാര്യമില്ല. നമുക്ക് വനത്തിനോട് ചേർന്ന പ്രദേശത്തേക്ക് ഈ ഫെൻസിങ് ശരിക്കും അങ്ങെത്തി മുട്ടിച്ചു കൊടുത്താൽ മാത്രമാണ് ഈ കാട്ടാന നമ്മുടെ പ്രദേശത്തേക്ക് ഇറങ്ങാണ്ടിരിക്കാനായിട്ട് പറ്റുള്ളൂ. നന്ദി ദീപ രാജീവ് പ്രതികരിച്ചതിന് ഈ ഘട്ടത്തിൽ.